ഹലോ, നമുക്കിവിടേക്ക് ഒന്ന് അടുക്കി ഒതുക്കി എടുത്താലോ. ആക്ച്വലി ഞാനിത് എൻ്റെ വീട്ടിലെ പോയിട്ട് ചെയ്ത് ജോലിയാണ് കേട്ടോ. അവിടെ അമ്മയും കൂടെ ചെയ്യിക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ട് പോയി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ ഇതേപോലെ ഇങ്ങനെ വർക്കൊക്കെ നടക്കുമായിരുന്നു, പെയിൻ്റ് അടിയും കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നു. അതുകൊണ്ട് ഫുൾ നമ്മുടെ ഈ വൈറ്റ് സിമെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ഓരോ സംഭവങ്ങളൊക്കെ മേടിക്കുന്നതിൻ്റെ ഇങ്ങനെ നമ്മുടെ ബേസ് ബോർഡൊക്കെ ഉണ്ടല്ലോ, കാർട്ടൂൺ ബോക്സൊക്കെ, അങ്ങനെയൊക്കെ നിറയെ സാധനങ്ങളായിരുന്നു. സിറ്റ് ഔട്ടും കാർ പോർഷനും നിറയെ. അപ്പോൾ ഞാൻ കരുതി ഇന്ന് അവിടേക്ക് ഒന്ന് ക്ലീനാക്കി എടുക്കാമെന്ന്. കടലിൽ ഭയങ്കര സിമെൻറ്റ് പൊടിയൊക്കെയാണ്, ഒത്തിരി പൊടിയുണ്ട്. അത് നമ്മളിങ്ങനെ സോപ്പ് വെള്ളത്തിലൊക്കെ കഴുകിയതിന് ശേഷം പിന്നെ ലൈസോളൊക്കെ ഇട്ട് തുടച്ചാണ് എടുത്ത്, അത്രയ്ക്ക് പൊടിയായിരുന്നു. പിന്നെ അസിസ്റ്റൻറ്റ് പണിക്ക് ദക്ഷു ഉണ്ടായിരുന്നു അവന്, പക്ഷെ ഞാൻ ഓടിച്ചു കേട്ടോ, കാരണം ഭയങ്കര പൊടിയാണ്, എനിക്ക് തന്നെ സഹിക്കാനൊക്കുന്നില്ലായിരുന്നു പൊടി. ഇത് നമ്മുടെ വീട്ടിലെ സൈക്കിളാണ്. ഇപ്പം അങ്ങനെ അധികം വീടുകളിലൊന്നും ഇങ്ങനെയുള്ള സൈക്കിളൊന്നും കാണത്തില്ല, പക്ഷേ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം അച്ഛൻ്റെ സൈക്കിളാണ് ഇത്. അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഈ ബേസ് ബോർഡൊക്കെ നമ്മൾ ആക്രിക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. അത് അവിടെ തന്നെ ഇച്ചിരി ദൂരം അങ്ങോട്ട് മാറ്റി വെക്കുന്നത്, ആക്രിക്കാർ വരുമ്പം കൊടുത്തു വിടാനും വേണ്ടിയിട്ട്. അങ്ങനെ ആ സംഭവങ്ങളൊക്കെ ഒന്ന് ഒതുക്കി പറക്കി മുറ്റത്തോട്ട് വെച്ചിട്ട് അവിടെ എല്ലാം ഒന്ന് കഴുകി ഇറക്കാനും വേണ്ടിയിട്ടാണ്. ആദ്യം ഞാനിങ്ങനെ മുഖമൊക്കെ മൂടിക്കെട്ടാൻ മറന്നു പോയിരുന്നു കേട്ടോ. പിന്നെ പൊടി ഒന്നാമത് തുമ്മലാണ് കുറച്ച് ദിവസം കൊണ്ട്, പിന്നെ പൊടി അടിച്ചപ്പോഴത്തേക്ക് നിൽക്കാൻ പറ്റാത്ത തുമ്മൽ. അങ്ങനെ തുണിയൊക്കെ മുഖത്ത് കെട്ടിയതിന് ശേഷമാണ്, അമ്മേൻ്റെ ഒരു ഷോൾ എടുത്ത് കെട്ടിയതിന് ശേഷമാണ് പിന്നെ ബാക്കി തൂപ്പൊക്കെ നടത്തിയത്. കണ്ടപ്പോൾ ഇത്തിരിയേ ഉള്ളായിരുന്നു, ചെയ്ത് വന്നപ്പോഴാണ് അങ്ങോട്ട് തീരുന്നേ ഇല്ല. അവിടെ ഇവിടെ തൂത്തിടയ്ക്ക് പൊടി മാറുന്നതേ ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ഈ സിറ്റ് ഔട്ടിൻ്റെ അവിടെയൊക്കെ സോപ്പുകൾ ഇട്ടിട്ടാണ് കേട്ടോ ആദ്യം കഴുകുന്നത്. ആ സ്റ്റീലിൻ്റെ ആ പടിയൊക്കെ നിറയെ അഴുക്കായിരുന്നു. പിന്നെ അതെല്ലാം സോപ്പുകൾ ഇട്ടിട്ട് നല്ല വൃത്തിക്ക് കഴുകിയെടുത്ത്. ഞാനിവിടെ ഇങ്ങനെ കഴുകുന്ന സമയത്ത് വെളിയിരുന്ന് അപ്പൂപ്പനും കൊച്ചുമോനൂടെ 2 വീലർ കഴുകുന്നുണ്ടായിരുന്നു. അത് മൊത്തം അഴുക്കായിട്ട് ഇരിക്കുകയാണ്. ഈ പൊടി തന്നെ അതിൻ്റെ അകത്ത് വീഴുവാന്നില്ല, അപ്പോൾ അതും നന്നായിട്ട് അഴുക്ക് പിടിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ആ വണ്ടി ഇരുന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നോക്ക് ഗൈസ്, ഞാൻ സിറ്റ് ഔട്ട് ഫുൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം അടിപൊളിയായിട്ട് വൃത്തിയായിട്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത് ഉണങ്ങി കഴിയുമ്പോൾ വീണ്ടും കളറങ്ങ് മങ്ങും, അതെന്താണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഈ കാർ പോർച്ചിലോട്ട് ഞാൻ സോപ്പ് വെള്ളമായിട്ട് കോരി ഒഴിക്കുന്നത്. ഇതിന് തെന്നി രക്ഷ വീണിട്ടുണ്ടായിരുന്നത്. അവൻ ചുമ്മാ നടന്ന്, അതിനോട് ഞാൻ പറഞ്ഞു ഇതുവഴി നടക്കരുതെന്ന്, അവൻ കേട്ടില്ല. അവൻ നടന്ന് 2 സൈഡിലോട്ടായിപ്പോയി കുഞ്ഞങ്ങ്. തണ്ടിലൊന്നും പറ്റിയിട്ടൊന്നുമില്ല കേട്ടോ, ഞാൻ കൂടെ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ അവനത് വഴി കയറിയിട്ടില്ല കേട്ടോ, ഉണങ്ങിയതിന് ശേഷം മാത്രം അത് വഴി കയറിയത്. ഇവിടെ എന്തൊക്കെയോ അഴുക്കായിരുന്നു, നിറയെ സാധനം ഇരിക്കുമല്ലായിരുന്നു. അപ്പോൾ പിന്നെ അതിൻ്റെയൊക്കെ എന്തൊക്കെയോ അഴുക്ക് പിടിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഒടുക്കം ഞാൻ ക്ലീൻ ചെയ്ത് എടുത്തിട്ട് തൂത്ത് ക്ലീൻ ചെയ്തെടുത്തു. ഇത് പിന്നെ നമ്മുടെ സാധാ ചൂലല്ല, ഈർക്കിൽ ചൂലല്ല, അല്ലാത്ത ചൂലാണ് കേട്ടോ. അങ്ങനെ ഒരുവിധം എല്ലാ സംഭവവും ഞാൻ, അതായത് സിറ്റൗട്ടും കാർ പോർച്ചും ഒരുവിധം എല്ലാം ഞാൻ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ ക്ലീനിങ് പരിപാടി അവസാനിച്ചിരിക്കുകയാണ്. ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.